അല്ല ഇതാര് തോമാച്ചനോ? താൻ മരുന്ന് വഴിയാണ്? അല്ല, വിശ്വനെ കണ്ടിട്ട് വരിക. വിശ്വൻ എങ്ങനെയുണ്ട്? പാനിയൊക്കെ പോയി. വാ ഇരിക്കു തോമാച്ച. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചന്ദ്ര, ആകെ കുഴയും എന്നാ തോന്നുന്നത്. എന്തു പറ്റി? വിശ്വൻ എന്റെ കൂടെ നാട്ടിൽ വരണമെന്നാ പറയുന്നത്. അതെന്താ ഇത്ര പെട്ടെന്ന്? അവൻ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചെന്ന്. അതിനിടയ്ക്കൊരു നശിച്ച പനി. നാട്ടിൽ വന്നാൽ അവന്റെ സ്വഭാവം മാറും, എഴുത്ത് നടക്കില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നെ കണ്ടതാ കുഴപ്പമായി. അതിന് വിശ്വനും തോമാച്ചനും തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെയാണല്ലോ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോഴാ എനിക്ക്. അല്ല, നീ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടിയാ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. ഈ വർഷത്തെ രഥോത്സവം നടത്തുന്നത് ഞങ്ങളാ. അമ്മയുടെ ഒരു നേർച്ചയാ. എന്നാ പോകുന്ന വഴിക്ക് നമുക്ക് വിശ്വനെ ഒന്ന് കണ്ടിട്ട് പോവാം. നീ പറഞ്ഞാ ചിലപ്പോ അവൻ കേൾക്കും. തോമാച്ചൻ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം ഞാൻ പറഞ്ഞാ എങ്ങനെയാ കേൾക്കുന്നത്? അതല്ലടോ, ഈ രഥോത്സവം എന്നൊക്കെ പറയുമ്പോ വിശ്വൻ ചിലപ്പോൾ നിൽക്കും. നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെ രഥോത്സവമാണല്ലോ. അത് കാണാനുള്ള താല്പര്യം വിശ്വനും ഉണ്ടാകും. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ മതി. നോക്കാം. ഏതായാലും ആദ്യം എനിക്ക് അമ്പലത്തിലൊന്നും തല കാണിക്കണം. അതിന് ശേഷം അങ്ങോട്ട് പോവാ. ഓഹോ, എന്നാ വാ. സാറിന് ഞങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് ബോറടിച്ചോ? ഞാൻ പോകണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടൊന്നുമല്ല. എന്തോ എനിക്കറിയില്ല, ആകെ കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത. ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ഒരു ചെറിയ പനി വന്നെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് ഫെഡപ്പായാലോ? ഇവിടെ നോക്കാൻ ആരുമില്ലെന്ന് ഓർത്താണെങ്കിൽ അവിടെ ചെന്നാലും ആരാണുള്ളത്? പോകണമെന്ന് കൺഫേംഡ് ആയിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. രാവിലെ തോമാച്ചനെ കണ്ടപ്പോ അങ്ങനെ തോന്നി. പറയാൻ അവകാശമില്ലെന്നറിയാം, എന്നാലും പറയാണ്. രഥോത്സവം കഴിയുന്നവരെങ്കിലും സാറ് പോകരുത്. ഉത്സവം നടക്കുമ്പോ അതെല്ലാം സാറിനെ കൊണ്ട് കാണിക്കണമെന്നൊരാശ. ഒന്നിനുമല്ല, വെറുതെ. ഞാൻ പറഞ്ഞില്ലേ ശ്യാമേ, പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പോകാതിരിക്കാനാണ് സാധ്യത. താങ്ക് യു.